എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഗാർഡനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഓരോ വീട്ടിൽ നിന്ന് നമ്മൾ ഓരോ ഇഷ്ടപ്പെട്ട ചെടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോ വിത്തോ എന്ത് കൊണ്ടുവന്നിട്ടും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഓറഞ്ച് റോസാപ്പൂവിന് ഇതാ ഇവിടെ പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഒക്കെ അല്ലേ കിട്ടുള്ളൂ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രാവിലെ തന്നെ കണ്ടപ്പോൾ നല്ല സന്തോഷമായേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷത്തോടെയാണ് കേട്ടോ തുടങ്ങിയത്. ഇപ്പോൾ രാവിലെ മോന് 7 മണിയാകുമ്പോൾ സ്കൂളിൽ പോകണം കേട്ടോ. അവന് 2 ടിഫിൻ ബോക്സും കൊണ്ടുപോകണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇഡ്ഡലിയും ചട്നിയുമാണ്. ഇത് തക്കാളി ചട്നിയാണ്. അപ്പോൾ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വഴറ്റി അതൊന്ന് തണുത്തതിന് ശേഷം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവനുള്ള ചട്നി എന്ന് പറയുന്നത്. അവനിപ്പം ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് കൂട്ടാൻ വേണ്ടി മാത്രമേ കറിയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ അവന് കറി വേണ്ടൂ കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 നേരത്തേക്കുള്ളതിലും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചട്നി കൊടുത്തു വിട്ടത്. ഇത്ര ഭാഗം കൊണ്ടുപോയാൽ തന്നെ അവൻ തിരിച്ചു കൊണ്ടുവരും കേട്ടോ അതിൽ കുറേയൊക്കെ. അപ്പോൾ അത് അവൻ്റെ ഇഡ്ഡലിയും ടിഫിനും ബാഗും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏട്ടനും അച്ചുവും പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണേ. അച്ഛൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ തന്നെ ഏട്ടൻ രാവിലെ വോളിബോൾ കളിക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും ഒരുമിച്ചാണ് പോവാറ്. സ്കൂൾ ഇവിടുന്ന് അടുത്താണ്, ഒരു 2 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ ഏതായാലും ബൈക്ക് എടുത്തിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അവൻ അവിടെ ഇറക്കിയിട്ട് പോകും കേട്ടോ. ഉച്ചക്ക് അവൻ ഒറ്റക്ക് തന്നെ നടന്ന് വരും വീട്ടിലോട്ട്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചടപടാ ടിഫിനൊക്കെ ആക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ ബാക്കിയുള്ള ഇതെടുത്തിട്ട് എനക്കും ഏട്ടനും കഴിക്കാനുള്ള ഇഡലി ഉണ്ടാക്കി ബാക്കി കൂട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ നേരത്തെ ആക്കിയ ചട്നി ഇല്ലേ, അപ്പോൾ അത് നമുക്ക് 2 പേർക്കും കഴിക്കാൻ അങ്ങനെ തികയൂല. കാരണം നമുക്ക് നല്ലോണം ചട്നി വെച്ചിട്ട് കഴിക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും തേങ്ങയും അരച്ചിട്ട് നമ്മൾ സാധാരണ പച്ചടിയില്ലേ അതുപോലെ അരച്ചിട്ട് അതിൽ മിക്സ് ആക്കിയിട്ടാ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇഡ്ഡലിയും അതുപോലെ തന്നെ നല്ല അടിപൊളി തക്കാളി ചട്നി, തേങ്ങ അരച്ച തക്കാളി ചട്നി റെഡിയായേ. അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയായതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ വെച്ച് പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചേനയും മുരിങ്ങാക്കോലും ഒക്കെ ഇട്ടിട്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ചീര. അപ്പോൾ 2 കെട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതിലൊരു കെട്ട് എടുത്ത് ഞാനത് ഉപ്പേരി ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും പിന്നെ അതിന് വറവിടാനുള്ള വെളുത്തുള്ളിയും ഉണക്കമുളകും ഒക്കെ റെഡിയാക്കി. അങ്ങനെ അടിപൊളി നാടൻ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വെളുത്തുള്ളി ഫ്രൈ ചെയ്തിട്ടില്ല ഒരു മണമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് നാട്ടിൽ ഇങ്ങനെ ചീരയൊക്കെ ചീര ഉപ്പേരി വെക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറയാം മണം അടിക്കുമ്പോൾ. അപ്പോൾ അതിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ആക്കി എൻ്റെ ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ റെഡിയായി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.